ഞങ്ങളുടെ താമസ സ്ഥലത്തിന് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന മാർക്കറ്റാണ് റുവാം ജായ് മാർക്കറ്റ്. വളരെ ചെറിയ വിലക്ക് വളരെ ഗുണനിലവാരമുള്ള സാധനങ്ങൾ ലഭിക്കുന്ന ഒരു മാർക്കറ്റാണിത്. ഇന്ന് കാലത്ത് മാർക്കറ്റിൽ സാധനം വാങ്ങാൻ പോയപ്പോൾ മാർക്കറ്റ് നിറയെ സ്കൂൾ കുട്ടികൾ നിറഞ്ഞിരിക്കുകയായിരുന്നു. മാർക്കറ്റിന് തൊട്ടടുത്തുള്ള സെന്റ് ഫ്രാൻസിസ് സേവിയർ സ്കൂളിലെ കുട്ടികളായിരുന്നു അവരൊക്കെയും. കുട്ടികൾക്ക് മാർക്കറ്റിൽ നിന്നും സാധനം വാങ്ങാനുള്ള പരിശീലനം നൽകലും വില നിലവാരത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കലുമൊക്കെയാണ് ഈ വരവിന്റെ ഉദ്ദേശം. ഇതൊക്കെ ഇവിടുത്തെ പാഠ്യ പദ്ധതിയുടെ ഭാഗമാണ്. കുട്ടികളോടൊപ്പം തന്നെ അവരുടെ അധ്യാപികമാരും ഉണ്ടായിരുന്നു. വെറുതെ സാധനങ്ങൾ നോക്കിപ്പോയാൽ മാത്രം പോരാ, ഓരോ വിദ്യാർത്ഥിയും സാധനങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ വില നിലവാരം ചോദിച്ചു പഠിക്കേണ്ടതുണ്ട്. ക്ലാസ്സിൽ വെച്ച് പിന്നീട് അധ്യാപികമാർ ചോദിക്കുമ്പോൾ മറുപടി നൽകാൻ അവർ ബാധ്യസ്ഥരുമാണ്. ചില കുട്ടികൾ സാധനങ്ങളുടെ വിലയൊക്കെ കൃത്യമായി കുറിച്ചെടുക്കുന്നതായി കണ്ടു. ഒരു കൊച്ചുമിടുക്കൻ അവൻ കുറിച്ചെടുത്ത നോട്ട് ഞങ്ങൾക്കായി സന്തോഷപൂർവ്വം കാണിച്ചു തന്നു. വെറുതെ സാധനങ്ങളുടെ വില അന്വേഷിച്ചു പോയാൽ മാത്രം പോരാ, കയ്യിലുള്ള കാശുകൊണ്ട് സാധനങ്ങൾ വാങ്ങിക്കുകയും വേണം. വാങ്ങിച്ചാൽ മാത്രം പോരാ, കൊടുത്ത കാശെത്ര, സാധനങ്ങളുടെ വിലയെത്ര, ബാക്കി കിട്ടിയ തുക എത്ര, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുകയും വേണം. ഏതായാലും മാർക്കറ്റിലെ പഠനം കഴിഞ്ഞ് കൈനിറയെ സാധനങ്ങളും വാങ്ങിയ ശേഷം കുട്ടികൾ സ്കൂളിലേക്ക് മടങ്ങാൻ ആരംഭിച്ചു. മത്സ്യം, മാംസം, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ വിശാലമായ ഒരു ലോകമാണ് ഈ മാർക്കറ്റ്. വിവിധ ഇനം കറികൾ വിൽക്കുന്ന ഒരു കൗണ്ടറും ഈ മാർക്കറ്റിനകത്ത് കാണാം. നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന മത്സ്യങ്ങൾ ഉൾപ്പെടെ വിവിധ ഇനം മത്സ്യങ്ങൾ ലഭിക്കുന്ന വിശാലമായ സ്റ്റാളും ഇതിനകത്ത് കാണാം. ഇവിടുത്തെ മാങ്ങകൾക്ക് അസാമാന്യ വലിപ്പമാണ്.
ഒരു മാങ്ങ തന്നെ ഏകദേശം 1 കിലോയിലധികം കാണും. അല്പം മുന്നോട്ട് പോയപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള കോഴിമുട്ട ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. സെഞ്ചുറി എഗ്സ് എന്നാണത്രേ ഇതിന്റെ പേര്. കളിമണ്ണ്, ചാരം, ഉപ്പ്, കുമ്മായം എന്നിവയുടെ മിശ്രിതത്തിൽ കോഴിമുട്ടയെ ആഴ്ചകളോളം കുഴിച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ആഴ്ചകൾ കഴിഞ്ഞ് തുറന്നു നോക്കിയാൽ കോഴിമുട്ടയുടെ ഉൾഭാഗം ഇതുപോലെ നിറം മാറിയിട്ടുണ്ടാകും. ഇതിന്റെ രുചിയാകട്ടെ പുഴുങ്ങിയ കോഴിമുട്ടയുടേതുമാണ്. ഉയർന്ന വൈറ്റമിൻസ് ആണത്രേ ഇതിൽ അടങ്ങിയിരിക്കുന്നത്. കൂടാതെ കൊളസ്ട്രോളിന്റെ അളവ് വളരെ കുറഞ്ഞുമിരിക്കും. പൈൽസിന്റെ അസുഖത്തിന് ഇത് വളരെയേറെ ഫലപ്രദമായ മരുന്നാണ് എന്നും അഭിപ്രായമുണ്ട്. ഹലാലായ മാംസം ലഭിക്കുന്ന കടകൾ ഈ രാജ്യത്ത് വളരെ ദുർലഭമാണ്. എന്നാൽ ഈ മാർക്കറ്റിനകത്ത് 1-ലധികം കൗണ്ടറുകളിൽ ഹലാലായ മാംസം ലഭിക്കും. ഇസ്ലാമിക വിധിപ്രകാരം അറുത്ത കോഴികളെയാണ് ഇവിടെ വിൽപ്പനക്കായി വെച്ചിരിക്കുന്നത്. റുവാംജായ് മാർക്കറ്റ് വിശേഷം ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.